എനിക്ക് അവരുടെ മുന്നിൽ പോയിട്ട് എന്താ ജോലിയും ചോദിക്കുമ്പോൾ പറയാനും അല്ലെങ്കിൽ അവരെല്ലാം വട്ടം കൂടി ഇരുന്ന് സംസാരിക്കുന്നിടത്ത് ഇരിക്കുമ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഇപ്പം ഞാൻ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാനാണേലും ഇടപെടാനും സംസാരിക്കാനും ഒക്കെ ഇപ്പം എനിക്ക് സന്തോഷം, കോൺഫിഡൻസും ഉണ്ട് അതിൽ. ഞാൻ ഇന്നുവരെ എൻ്റെ പേരൻസിനെ കൊണ്ട് എൻ്റെ സ്റ്റഡീസിന് ₹1 ചിലവാക്കിച്ചിട്ടില്ല. ഞാൻ ഒരിടത്ത് പാർട്ട് ടൈം നിന്നുകൊണ്ടാണ് ഇവിടെ ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്നതും ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് ടൈം നിൽക്കുന്നിടത്ത് 1:30 വരെയൊക്കെ നൈറ്റ് എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഡിഗ്രി ടൈമിൽ തന്നെ എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ടൈമിൽ ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. ഹായ്, ഐ എം സജിന. ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ഞാൻ ഡിജിറ്റൽ എക്സിൽ ഒരു 3 month കോഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ഇരുന്നാൽ പറ്റൂല എന്ന് പറയുന്നത്. ഞാൻ കുറേ ഇരുന്ന് റിസർച്ച് ചെയ്ത് എന്നെക്കൊണ്ട് എന്ത് പറ്റും. ഒന്നാമത് എനിക്ക് IT പരമായിട്ട് യാതൊരു ബേസിക്കും ഇല്ലായിരുന്നു. ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചു, കുറേ ഡിസ്കവർ ചെയ്തു. അതിൽ നിന്നാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ ആയിരിക്കും, ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം കമ്പയർ ചെയ്തപ്പോൾ ഡിജിറ്റൽ എക്സ് നന്നായിരിക്കും എന്ന് തോന്നി. പിന്നെ ഒരിക്കലും ഞാൻ കരുതിയില്ല ഇവിടെ കയറിക്കഴിഞ്ഞ് ഇത്രയൊക്കെ എനിക്ക് അവിടെ കോളേജിൽ മിസ്സായിട്ടുള്ള കുറേ ഇവൻറ്റ്സ് എനിക്ക് ഇവിടെ കിട്ടി. എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. എന്തായാലും പഠിച്ചോ വിചാരിച്ചിട്ട് ഞാൻ കോഴ്സും കംപ്ലീറ്റ് ചെയ്തു. 1 വീക്കിനുള്ളിൽ തന്നെ പ്ലേസ്മെൻറ്റും കിട്ടി. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി ഒരിക്കലും ഇതുപോലെ ഞാൻ എത്ര പേർക്ക് വേണേലും റെഫർ ചെയ്യും. ഞാൻ പ്രതീക്ഷൻ്റെ അപ്പുറമാണ് ഡിജിറ്റൽ എക്സിന് കിട്ടിയിട്ടുള്ളത്.